പുതുവർഷത്തെ വരവേറ്റിടാം. നന്മതൻ പുലരൊളി വീശിടട്ടെ, സന്തോഷ നാളുകളേറിടട്ടെ, തിന്മകളെല്ലാം അകന്നിടട്ടെ, ഐശ്വര്യ നാളുകൾ വന്നിടട്ടെ. തിന്മകളെല്ലാം അകന്നിടട്ടെ, ഐശ്വര്യ നാളുകൾ വന്നിടട്ടെ. നിറയട്ടെ പുഞ്ചിരി ചുണ്ടുകളിൽ, സ്നേഹത്തിൻ വാക്കുകൾ ഓതിടാം നാം. നന്മകൾ ചെയ്തെന്നും മുന്നേറിടാം, ഈ പുതുവർഷത്തെ വരവേറ്റിടാം. നന്മകൾ ചെയ്തെന്നും മുന്നേറിടാം, ഈ പുതുവർഷത്തെ വരവേറ്റിടാം. ശാന്തി സമാധാനം സന്തോഷവും ഐശ്വര്യപൂർണമാം നാളുകളും എന്നെന്നും നമ്മളിൽ നിലനിൽക്കട്ടെ. നല്ലൊരു പുതുവർഷം ആശംസിക്കാം. എന്നെന്നും നമ്മളിൽ നിലനിൽക്കട്ടെ. നല്ലൊരു പുതുവർഷം ആശംസിക്കാം. ഇതിൻ്റെ നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ സ്വാമിനാഥൻ സാറിനെ യോഗാധ്യക്ഷനായി ക്ഷണിച്ചു കൊടുത്തു. സ്വാഗതം പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ അവസരം 2025 ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ എല്ലാവരുടെയും ആശംസകൾ ചേർന്നുകൊണ്ട് പരിപാടിയിൽ പോകുന്നു. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. സുരപൂജിതേ ചന്ദ്രചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. ക്ഷണം സ്വീകരിച്ച് സ്വമേധയാ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യ സുഹൃത്തുക്കൾക്ക് വിനീതമായ വന്ദനം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് രാവിലെ ജനുവരി 1 ഈ സുപ്രഭാതത്തിൽ നാം ഒരുമിച്ച് കൂടി പരസ്പരം നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കുവാനായി ഈ ഒരു സന്ദർഭം ഉതകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടിയിലേക്ക് വന്ന എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്ത ശ്രീ സ്വാമിനാഥൻ സാറിനെ അഡ്രസ് ചെയ്യാനായിട്ട് ഞാൻ ക്ഷണിച്ചു. നമ്മുടെ അസോസിയേഷൻ ഫാം ചെയ്ത് തന്നെ സർപ്രൈസ് ആയിട്ടാണ്. ഈ ഫണ്ട് എങ്ങനെ കിടന്നിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇന്ന് കിട്ടിയ എയ്ഡോടുകൂടി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിൻ്റെ അധ്യക്ഷനായിരുന്ന നാരായണപിള്ള സാറിൻ്റെ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഈ ഫണ്ടുകൾ നടപ്പാത നിർമ്മിച്ചത്. അത് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെയൊക്കെ മനസ്സിലാക്കുണ്ടായിരുന്നതായ ഒരു അഭിപ്രായമല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഭിപ്രായം വെച്ചാൽ ഈ ഫണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ അവിടുത്തെ പരിസരവാസികളുടെ കൂടെ എല്ലാവരുടെയും അതിനകത്ത് ഉള്ള ഒരു കോപ്പറേഷൻ വേണം, സഹകരണം വേണം. ഇല്ലെങ്കിൽ അത് ഒരു കാലത്തും അത് ശരിയായവിടെ നടക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്ന അസോസിയേഷൻ ആൾക്കാരെയും അന്ന് നടക്കാൻ വന്നുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം സ്വീകരിച്ച് ഒരു പെൻഷൻ നടത്തുകയുണ്ടായി. അത് പ്രകാരം നമ്മൾ 2003 പാക്കേജ് ഫോറം നമ്മൾ രൂപീകരിച്ചു. ആ പാക്കേജ് രൂപീകരിച്ചതിൻ്റെ ഉദ്ഘാടനം 23 ജനുവരി 1-ാം തീയതി ആയിരുന്നു. അങ്ങനെ നമ്മുടെ അസോസിയേഷൻ്റെ ആദ്യത്തെ ഫോറം എന്ന രീതിയിൽ നമ്മൾ ആരംഭിച്ചു. ആരംഭിച്ചതിന് ശേഷം നമ്മുടെ 23 മുതൽ 24 വരെയുള്ളതായ ആ കാലയളവിൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന സഹകരണവും നമ്മൾ ഓരോരുത്തരുടെയും ഇൻവോൾവ്മെൻറ്റും അതിനകത്ത് നമ്മളെല്ലാവരും നിസ്വാർത്ഥമാരും പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് വലിയ നടപ്പാൽ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. അതുമാത്രമല്ല, നമ്മൾ മാസത്തിൽ 2 പ്രാവശ്യം നമ്മൾ തന്നെ
ഈ വഴി വൃത്തിയാക്കുകയും സൂക്ഷിക്കുകയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോയത് കണ്ടപ്പോൾ പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ ഇവിടെ വരാൻ തുടങ്ങി. ധാരാളം ആൾക്കാർ വന്നു തുടങ്ങി. അങ്ങനെ അതിനൊരു പ്രോഗ്രസ് ഉണ്ടായി. ഈ ധാരാളം ആൾക്കാർ വന്നു തുടങ്ങിയപ്പോൾ അതനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ കൂടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നമുക്ക് വയസ്സായവർക്ക് ഇരിക്കാനുള്ളതായ സംവിധാനം വേണം, ഇരിപ്പിടം വേണം. അതുപോലെ കാലത്ത് വരുന്നവർക്ക് ഒരു ടോയ്ലറ്റിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ളതായ ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊക്കെ നമ്മൾ ഇതിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അവരെ സമീപിച്ചു. ഇത്രയും ആൾക്കാരുടെ വരുന്നുണ്ട്, ഇവർക്ക് സഹായങ്ങൾ ചെയ്തു തരണമെന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ ചില അവരുടെ പ്രവർത്തനമാണ്. അവരിവിടെ വന്ന് നോക്കിയപ്പോൾ മാത്രമല്ല നമ്മൾ കൊടുത്തിരുന്ന ഡാറ്റ എല്ലാം കണ്ടപ്പോൾ ഒരു നല്ല ഒരു പ്രോജക്റ്റിനുള്ളതായ സാധ്യതകൾ കണ്ടപ്പോൾ അവരെ ഇതിന് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. ആ പ്രോജക്റ്റാണ് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പ്രോജക്റ്റിൻ്റെ മെയിൻ കാരണം തന്നെ നമ്മൾ നല്ലൊരു കൂട്ടായ്മകളുണ്ട്. അവരെ കൊണ്ട് ഇതിന് നല്ല രീതിയിൽ വരാതിരിക്കാൻ പറ്റും, സംരക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പൈസയ്ക്ക് നല്ലതായ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. അത് വേസ്റ്റായി പോവില്ല. പല സ്ഥലങ്ങളിലും പലതും ഗവൺമെൻറ് തുടങ്ങി വെച്ചിട്ട് അത് പരാമരിക്കാൻ ആളില്ലാതെ സൂക്ഷിക്കാൻ ആളില്ലാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കില്ല. ഇവിടെ ഒരു നല്ലൊരു കൂട്ടായ്മയുണ്ട്, നല്ല റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരിത് നല്ല രീതിയിൽ സംരക്ഷിക്കും എന്നുള്ള അവർക്കുള്ള ഉണ്ടായിരുന്ന ഒരു ഗ്യാരണ്ടിയുടെ പുറത്താണ് അവർ ഈ പുതിയ പ്രോജക്റ്റ് നടപ്പാക്കിയത്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം തീരാറായിട്ടുള്ളതായ ഒരു കണ്ടീഷണൽ മാർക്കോടുകൂടി എല്ലാം ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആകും. നമുക്ക് അവർ ഹാൻഡ് ഓവർ ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള ഇതായിരിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളും ചില പ്രോജക്റ്റുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ നടത്തി തരണം എന്നുള്ള രീതിയിൽ ഒരു ഓപ്പൺ ജിം എന്ന് പറയുമ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകമായിട്ട് കാലത്ത് വന്ന് കുറേ നേരം വ്യായാമം ചെയ്യാൻ നടക്കാൻ പറ്റാത്തവർ ചെറിയ വ്യായാമം ചെയ്യാൻ സൗകര്യം അത് ചെയ്തു തരിക. അപ്പം കാലത്ത് വീട്ടിൽ നിന്ന് വരുന്നവർക്ക് അല്ലെങ്കിൽ വൈകുന്നേരം വരുന്നവർക്ക് ഇവിടെ കുറേ നേരം ലേഡീസിൻ്റെതായിട്ടുള്ള ഉപയോഗിക്കാനും ഈ വാക്കേഴ്സ് പല പല ഐറ്റങ്ങൾ ഉണ്ടാകും. അവരവിടെ നടപ്പാക്കി തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതും നടപ്പാക്കി തരുന്നുള്ള വിശ്വാസം നമുക്ക് 100% അത് നടപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റിക്രിയേഷൻ എന്തെങ്കിലും ഒരു നമ്മൾ നടന്ന മാത്രം പോലെ എന്തെങ്കിലും ഒരു വ്യായാമം, അതായത് വ്യായാമം കമ്പൈൻഡ് വിത്ത് എക്സസൈസ് എന്നുള്ള രീതിയിൽ ഒരു കാണാം. അതിനുവേണ്ടി നിങ്ങൾ പിക്കിൾ വർക്കൗട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, സജഷൻ കൊടുത്തിട്ടുണ്ട്. അതും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും വരാതിരിക്കാം. എന്തായാലും ഇതിനുള്ള പല പുരോഗമനമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഫിസിക്കലായിട്ടും അല്ലെങ്കിൽ ഒരു ഷോർട്ടായിട്ട് വരുന്നതാണ്. ഇത് മാത്രം പോരാ. ഇത് നമ്മളിൽ നിന്നും ചില നല്ല രീതിയിലുള്ള സന്ദേശങ്ങൾ ഇവിടുത്തെ സമൂഹത്തിൽ ലഭിക്കണം എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ നദീജലത്തിൻ്റെ വൃത്തിയാക്കി സൂക്ഷിക്കണം, മലിനീകരണത്തിന് സൂക്ഷിക്കണം, അത് മാറ്റണം എന്നുള്ള രീതിയിൽ നമ്മളിത് ഒരു പ്രോജക്റ്റ് ഇവിടെ നമ്മൾ എടുത്തു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഒരു നടപ്പാതയിൽ നടക്കുന്നതായി മാത്രമായിട്ടല്ല, പൊതുവെ ഇവിടെയുള്ള സമൂഹത്തിൽ നമ്മൾ അഭിപ്രായം ഉണ്ടാക്കണം. അതേപോലെ യുവജനങ്ങൾക്കും അതേപോലെ വയോധികർക്കും എല്ലാവർക്കും സഹകരിക്കാനും കൂട്ടുകൂടാനും അവർക്ക് പരസ്പരം അവർക്ക് അറിയാനും ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ള ഒരു സംരംഭം വേണമെന്നുള്ള രീതിയിലാണ് നമ്മൾ ആലോചിക്കുന്നത്. അതായത് നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നടക്കുന്ന ദൈവം സാധിച്ചിട്ടുണ്ട് എൻ്റെ വാക്കുകൾ. അടുത്തതായി നമ്മൾ ഈ ഒരു കേക്ക് കട്ട് ചെയ്ത് എല്ലാ ആശംസകളും എല്ലാവർക്കും വേണ്ടി എനിക്ക് വേണ്ടി നൽകുന്നു. താങ്ക് യു. അതിനകത്ത് പണികൾ വന്നുകൊണ്ട് അത്
നിർത്തേണ്ടി വന്നത്. ഇപ്പോൾ നമ്മൾ തിരിച്ച് ആ ലൈവിലേക്ക് പോവാണ്. പക്ഷെ നമുക്ക് ഫണ്ട് പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മെമ്പേഴ്സ് ചേർന്ന് ഒരു നിധി സംഘടിപ്പിക്കുകയും ആ നിധിയുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് നമ്മുടെ അസോസിയേഷൻ പ്രവർത്തനത്തിന് വേണ്ടി നൽകുകയും ചെയ്യുകയാണ്. അത് ഞാൻ നമ്മുടെ പ്രസിഡന്റിന് നൽകി കൊടുക്കും. ഈ നിധി പരസ്പര സഹായ നിധി ഞാൻ നമ്മുടെ പ്രസാദ് ശ്രീ അനീഷ് ഈ കമ്പി അവരെ ഞാൻ എത്തിക്കുകയാണ്. സംസാരിക്കുന്നത് എനിക്ക് ഈ ദിവസത്തേക്കുള്ള രണ്ട് കാര്യങ്ങൾ പറയാനുള്ളൂ. ഒരു വർഷം കഴിഞ്ഞു പോയി, 365 ദിവസം കഴിഞ്ഞു പോയി. പല സംഗതികളും നടന്നിട്ടുണ്ട്. ഇനി പല കാര്യങ്ങളും നടക്കാനിരിക്കുന്ന ഈ വർഷങ്ങളിൽ നമ്മുടെ സഹകരണമാണ് ഏറ്റവും നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ചില ന്യൂനതകളുള്ള ഈ കാര്യങ്ങൾ നടന്നു പോകുമ്പോഴത്തേക്കും ന്യൂനതകൾ കാണുന്ന കാര്യത്തിൽ സംസാരിക്കാൻ കഴിയും. ഇന്നലെ ഞങ്ങൾ ഇവിടെ ആഴാങ്കാലം വരെ നടന്നു പോയപ്പോൾ ഒന്നോ രണ്ടോ കാര്യം മാത്രമേ പറയുന്നു. അവിടെ ഒരു ഷെൽട്ടർ കെട്ടിയിട്ടുണ്ട്. ആ ഷെൽട്ടറിൽ ഒരാൾ വടം യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് അറിയാമായിരിക്കാം അത് തൂങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും നഷ്ടപ്പെടുന്നു. നമ്മൾ അയാളോട് എന്താണ് കഴിയും ഇത് ശരിയല്ല, അതൊക്കെ മനസ്സിലായി കാണും. ഞാൻ പറയാൻ കാര്യം ഇവിടെ പല കാര്യങ്ങളും ഇതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവെക്കുന്ന ചെടികളൊക്കെ കൊണ്ടുപോകും. ഇതിനൊക്കെ നമ്മളൊരു സഹായം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഒരു മാറ്റം സംഭവിക്കുന്നുള്ള അത് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ സൈഡിൽ നിന്ന് ബോധപ്പെടുത്തിപ്പെടുന്നു. ചില കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിനെ അറിയിച്ച് ചെറിയ പ്രതികരണം എന്നുള്ള രീതിയിൽ ആൾക്കാരോട് പറഞ്ഞു മനസ്സിലാക്കി. ഈ ചെടി വലിയ വില കൂടിയ ചെടികളാണ്. കാറ്റ്പായ എന്ന് പറഞ്ഞൊരു ചെടി 700 രൂപയ്ക്കുള്ള ചെടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം ഈ സംഭവം ഇങ്ങനെ പോകുന്നെങ്കിൽ അവർ തള്ളിമുള്ള ഒഴിച്ചു കെട്ടിക്കാനേ അവർ അപ്പം പൂക്കൾ മാറ്റി തള്ളിമുള്ള വെക്കുന്ന ഒരു സ്ഥിതി വിഷയത്തിലേക്ക് നമുക്ക് പോകാൻ പാടില്ല. അപ്പോൾ എല്ലാ മെമ്പേഴ്സിൻ്റെയും സഹകരണം എന്തെല്ലാം അവർക്ക് അവരെ ഒരുമിച്ച് നമുക്ക് സഹായിക്കാം. ആ സഹകരണം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണമെന്നുള്ള അപേക്ഷയാണ് ആദ്യമായിട്ട് പറയാം. പിന്നെ നമ്മുടെ ഈ അസോസിയേഷൻ്റെ ഒരു ബലം അത് മെമ്പേഴ്സിൻ്റെ ബലമാണ്. അത് എത്രത്തോളം മെമ്പേഴ്സ് ഇപ്പം നമുക്ക് ഏകദേശം ഒരു 150 ആൾക്കാരുണ്ടെങ്കിലും അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ ഏകദേശം 52 പേര് മാത്രമേ. അത് പോരാ. അപ്പം നമ്മളെ സംബന്ധിച്ച് 600 രൂപ നമ്മളൊരു കൊല്ലം ഒരു സബ്സ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞാൽ 50 പേരുണ്ടെങ്കിൽ ഒരു 30,000 റുപ്പീസ് നമുക്ക് നമ്മുടെ പ്രവർത്തനം അത് പോരാ. പല കാര്യങ്ങൾക്ക് നമുക്ക് ഇവിടെ പൈസ ചിലവാക്കേണ്ടതുണ്ട്. നമ്മുടെ റണ്ണിങ് എക്സ്പെൻസ് അതിന് വേണ്ടി ഒരു ബഡ്ജറ്റ് നമുക്ക് ഒരു 100 മിനിമം ഒരു 100 മെമ്പേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട്. അത് കഴിയുന്ന ഓരോ ആൾക്കാരുടെ സഹായ സഹകരണത്തെ ഈ 100 മെമ്പർഷിപ്പ് നമ്മൾ എങ്ങനെയും എടുക്കണം. അല്ലെങ്കിൽ പല ഇപ്പം നമ്മൾ ഇവിടെ മുരുകൻ പറഞ്ഞു നമ്മൾ പരസ്പര സഹായം ചെയ്യുന്നുണ്ട്. അത് കൺകറണ്ടായിട്ട് നമുക്ക് വേറെയും അതിൻ്റെ സ്കെൽറ്റനോ വർക്ക് എന്ന് പറഞ്ഞാൽ 10 പേര് ചേർന്ന് 1000 രൂപ വെച്ച് മാസം. അത് 11 ഇൻസ്റ്റാൾമെൻറ്റാണ്. ആദ്യത്തെ ഒരു ഇൻസ്റ്റാൾമെൻറ്റാണ്. ഇന്നത്തെ സാധനത്തിന് 10,000 രൂപ. ഇത് ആദ്യത്തെ അത് 10 പേരാണ് ഇപ്പം നമ്മൾ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും കൺകറണ്ടായിട്ട് വേറെ ഒരു നോട്ടായിട്ട് എടുക്കാം. അങ്ങനെ വരുമ്പോൾ കുറേ റിലീഫും ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് പലതും ഇനി ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മുടെ പിക്കിൾ പാൽക്കോട്ട് നമുക്ക് ഉടനെ ശരിയാവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ വർക്കുകളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഷട്ടിൽ ബാഡ്മിൻ്റൺ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഓപ്പൺ ജിം വരാനുണ്ട്. അതെല്ലാം അത് ജോലി അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഫെസിലിറ്റീസ് എല്ലാം വലിയ ജനക്കൂട്ടമായിരിക്കും. അപ്പം നമുക്ക് പല കാര്യങ്ങളും ഇവിടെ ചെയ്യേണ്ടതുണ്ട്. അതിനൊരു കോൺസ്റ്റൻ്റായിട്ട് എല്ലാ മെമ്പേഴ്സിൻ്റെയും സഹകരണം നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അതിനോട് എല്ലാ ആൾക്കാരുടെയും ഈ സന്ദർഭത്തിൽ അവരുടെ സഹായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പുതിയ നല്ല വർഷം തുടങ്ങട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരു പുതിയ വർഷം ആശംസിച്ചുകൊണ്ട് നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കി ആ നല്ല മനസ്സിന്റെ
ഒരു ഉടമസ്ഥനാണ്. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് നമുക്കൊരു ബിഗ് ക്ലാപ്പ് കൊടുക്കുന്നതിനോടൊപ്പം അതിന്റെ നന്ദി സൂചകമായിട്ട് ഒരു സമ്മാനം നൽകുവാനെ അന്വേഷിച്ചു. താങ്ക് യു. ഇത് തന്നെയാണ് നമ്മളിവിടെ വരുന്ന എല്ലായിടത്തും നിന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം എൻ്റെ ഒരു സന്ദേശം എന്താണെന്ന് വൈൻഡപ്പ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കഴിഞ്ഞു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അതിന് കോവിഡിന് മുന്നിലും പിന്നിലും കോവിഡിന് മുന്നേ ഉള്ള നമ്മളുടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ വളരെ സഹകരണം, ബന്ധുക്കളെ സുഹൃത്തുക്കളെ കാണാൻ പോവുക, എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുക, നമ്മുടെ സ്നേഹം അവരുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു കോവിഡിന് മുമ്പ്. അതിനുശേഷം ഒരു ഒറ്റപ്പെട്ട ജീവിതം കുട്ടികളിൽ വന്നു കഴിയും. അതായത് സെൽഫോണിൽ കൂടെ മാത്രം അവരുടെ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ കുട്ടികളെ അതിൽ നിന്ന് മാറ്റി അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു പരിജ്ഞാനം കൊടുക്കണമെങ്കിൽ പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരിൽ കൂടെ വേണം ഇനിയുള്ള സമൂഹം നന്മ കണ്ടെത്താനായിട്ട്. അപ്പൊ അവരെ അതിനുള്ള കഴിവുള്ളവരായി മാറ്റിയെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ഒത്തുചേർന്നിരിക്കുന്നതാണ് സന്തോഷം ഉണ്ടാകുന്നത്. നമ്മളിവിടെ പലരെയും ക്ഷണിച്ചു, പലരും സ്വമേധയാ വന്നു, ക്ഷണിച്ചിട്ട് വന്നു, പക്ഷെ പലരും വരാതെയിരിക്കും. അതൊരു ഈഗോ പ്രശ്നമാണ്. നിങ്ങൾ ആലോചിക്കും, ഓരോ പുതുവത്സരങ്ങളും വന്നു പോയിക്കൊണ്ടേയിരിക്കും ഈ കാലച്ചക്രത്തിൽ. പക്ഷേ മാറ്റം വരണം, നല്ലത് സംഭവിക്കണമെങ്കിൽ നമ്മളുടെ ചിന്താഗതി മാറിയാലേ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണം, മാറ്റങ്ങൾ ഉണ്ടാവണം. എങ്കിലേ നമ്മളുടെ പ്രതീക്ഷകളും അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി നമ്മളുടെ മനസ്സിൽ മാറ്റങ്ങൾ വരുത്താം. അല്ലാതെ ഈ ആശംസകൾ നൽകുന്നത് പോലെ എല്ലാം നമുക്ക് വന്നു ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചോണ്ടിരുന്നാൽ കാലാകാലങ്ങൾ നമ്മൾ അത് തന്നെ പ്രതീക്ഷിച്ചോണ്ടിരിക്കും. അപ്പം ഐശ്വര്യവും നമ്മൾ വിചാരിക്കുന്ന സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി മനസ്സിൽ മാറ്റങ്ങൾ വരുത്തും. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ പല വിഷമങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതിനെ തന്നെ ലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ ഒരു നെഗറ്റീവ് പോയിന്റ്സ് കൂട്ടിക്കൊണ്ടിരുന്നാൽ ഇതൊരു വലിയ ലോഡായിട്ട് മാറുകയുള്ളൂ. അത് നമ്മുടെ ഹെൽത്ത് നശിപ്പിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വിട്ടെറിയാനായിട്ട് നമുക്ക് ഈ പുതുവത്സരത്തിൽ സാധിക്കണം. എല്ലാവരോടും പുഞ്ചിരിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. നിങ്ങളെല്ലാവർക്കും ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതിനോടൊപ്പം പാട്ടുകളൊക്കെ പാടുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. സതീഷ്, അദ്ദേഹം ഒരു ഗായകനാണ്, ഒരുപാട് വേദികളിൽ പാടുന്നുണ്ട്, അതിനൊരു സ്പിരിറ്റും ഉണ്ട്. അദ്ദേഹത്തിന് നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുവാനായി ക്ഷണിക്കുകയാണ്. ഞാനും ഇതിൻ്റെ ഒരു മെമ്പറാണ്. എനിക്കിവിടെ കാണാൻ കഴിയും. കാരണം ഞാൻ തൊട്ടടുത്ത പ്രദേശമായ നേമം അഥവാ കാലിക്കമണ്ഡപ പ്രദേശത്ത് നിന്ന് സംരക്ഷിക്കാനും എൻ്റെ ചിന്തകൾ പരിപോഷപ്പെടുത്താനുമാണ് ഞാൻ ഈ രാവിലെയുള്ള വാക്കിംഗ്. ആളുകളെ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ, കുട്ടികളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷവാനാണ്. എനിക്ക് പറയുന്ന ഒരു സന്ദേശം, നമ്മൾ സ്വയം നമ്മളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം കൂടി നമ്മളിതിൽ ഉൾക്കൊള്ളുന്നതാണ് വിനയപൂർവ്വം എനിക്ക് ഇതിൻ്റെ സംഘാടകരോട്, പ്രധാനപ്പെട്ട സംഘാടകരോട് എനിക്ക് പറയേണ്ട മറ്റൊരു സന്ദേശം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ പി മോഹൻ നായർ. ബേസിക്കലി ഞാൻ എക്സ് എയർഫോഴ്സിൽ വന്നവസ്ഥയാണ്. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ നിങ്ങൾ പലതും ഇവിടെ ഈ കർണാടക ഗവൺമെൻറ് അസോസിയേഷൻ അതിൻ്റെ അഭിപ്രായം നടത്തിയ ഈ പുതുവത്സര ആഘോഷം എന്തുകൊണ്ടും മഹനീയമാണ്, ശ്ലാഘനീയമാണ്. ഇന്ന് ഭാരവാഹികൾക്ക്, ഇന്ന് ഈ സദസ്സിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ മാന്യവ്യക്തികൾക്കും ഞാൻ എൻ്റെ പേരിൽ പുതിയ വർഷം സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു. താങ്ക് യു. വീണ്ടും ഇങ്ങനെയുള്ള നല്ല നല്ല സംരംഭങ്ങൾ നമുക്കുണ്ടാകട്ടെ, നല്ല സുഖങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു. വളരെ സന്ദേശം നേർന്ന മോഹൻകുമാർ സാറിന് നന്ദി. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് ശ്രീ മോഹൻ ഇവിടെ ഉണ്ടോ? അടുത്തുണ്ടോ? നമ്മളെ ഈ കൂട്ടായ്മ വിജയമാക്കി ഇന്നത്തെ പരിപാടി നമുക്ക് നമ്മുടെ സുഹൃത്ത് ഐശ്വര്യവും
ഉണ്ടാവട്ടെ. ഈ കൂട്ടായ്മ കൂടുതൽ നല്ല ഇതായിട്ട് ഉണ്ടാവട്ടെ. പരസ്പര സ്നേഹത്തോട് നമുക്ക് ഇനി പല പല പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് വിജയിപ്പിക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും പുതുവത്സരാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ പാടുന്നൊരു പാട്ട് പഴയതാണ്. റെസ്റ്റോസ് എന്ന ചിത്രത്തിലെ ശ്രീകുമാരൻ തമ്പി സാറ് എഴുതി എ അർജുനൻ മാഷ് സംഗീതം ചെയ്ത് ശ്രീ യേശുദാസ് പാടിയ ഒരു ഗാനം ചെറുതായി ഒന്ന് പോകുന്നു. തെറ്റുണ്ടാക്കി ക്ഷണിക്കുക. നമ്മുടെ അസോസിയേഷന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. അതോടൊപ്പം ഈ പരിപാടി ഈ രീതിയിൽ ആസൂത്രണം ചെയ്ത് വിനീതമായി ഇത്രയെങ്കിലും ഒരു കളർഫുള്ളാക്കി മാറ്റുവാനായി എന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ സംഘടനയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവിടുത്തെ ഈ ഡെക്കറേഷൻ എല്ലാം ഫുൾ സ്പിരിറ്റോടുകൂടി ഇവിടെ ചെയ്ത ശ്രീ ചന്ദ്രൻ സാറിന് പ്രത്യേകമായി ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം ഇന്നലെ വൈകുന്നേരം നമ്മൾ പ്ലാൻ ചെയ്ത് അദ്ദേഹം ഇവിടെ 5 മണിക്ക് തന്നെ വന്നു കഴിഞ്ഞു. ഞങ്ങളൊക്കെ വന്നപ്പോൾ 7 മണി, അദ്ദേഹം 5 മണിക്ക് തന്നെ വന്ന്
ഇതിൻ്റെ അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ ഇന്നലെ വൈകുന്നേരം ഇവിടെ നമ്മളോടൊപ്പം 8 പേര് ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മളുടെ ഈ സംഘടന ഈ ബണ്ട് റോഡ് പ്രൊട്ടക്ഷനും വാക്കേഴ്സ് അസോസിയേഷനും ആണെങ്കിലും ഈ 2024 സാമൂഹിക ഒരു ചിന്ത അല്ലെങ്കിൽ സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സംഘടന പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. തീരത്ത്